മണിപ്പൂരിൽ വീണ്ടും അക്രമം നടന്നുവെന്ന വാർത്ത വരുന്നു. മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അക്രമികൾ കത്തിച്ചു. ചുരാചന്ദ്പൂരിലെ ആശുപത്രിയിലെ ജീവനക്കാർക്ക് നേരെയും ആക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. വിനീത വി ജി വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജിരിബാം ജില്ലയിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് നേരെയാണ് അക്രമികളുടെ ആക്രമണം ഉണ്ടായത്. ആ പ്രാഥമികാരോഗ്യ കേന്ദ്രം അക്രമികൾ കത്തിച്ചു. പക്ഷേ ആളപായം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് പോലീസിന്റെ എയ്ഡ് പോസ്റ്റിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ സമീപം മാത്രമുള്ള ആരോഗ്യ കേന്ദ്രത്തിനെതിരെയാണ് ആക്രമണം ഉണ്ടായത്. ഒപ്പം തന്നെ ചുരാചന്ദ്പൂരിലുള്ള ആശുപത്രിക്ക് നേരെയും അക്രമികളുടെ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിനെതിരെ ചുരാചന്ദ്പൂരിലെ ഈ ആരോഗ്യ പ്രവർത്തകർ അവർ ആശുപത്രിക്കുള്ളിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആശങ്ക അത് ഒട്ടും അവസാനിക്കുന്നുമില്ല. പല മേഖലകളിൽ നിന്നും ആയുധങ്ങൾ ഉൾപ്പെടെ വീണ്ടും കണ്ടെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 3 ജില്ലകളിലെ നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. സെപ്റ്റംബർ 15 വരെ മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ഇടപെടണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ആവശ്യം. വിദ്യാർത്ഥി സംഘടനകളാണ് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട അമിത്ഷായ്ക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും കത്ത് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് വിദ്യാർത്ഥികളുടെ യൂണിയനാണ് കത്ത് നൽകിയിട്ടുള്ളത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉന്നത സമിതിയെ രൂപീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകണമെന്നും വിദ്യാർത്ഥികൾ ഈ നൽകിയിരിക്കുന്ന കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എസ് കെ.